ഹലോ എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് കുസീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി പാലപ്പവും നാടൻ ബീഫ് സ്റ്റൂവുമാണ്. ഇഷ്ടൂവിലേക്കുള്ള തേങ്ങ എടുക്കുമ്പോൾ തേങ്ങ വെള്ളം കളയണ്ട. ഞാനിവിടെ 2 തേങ്ങ പൊട്ടിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ബാറ്റർ റെഡിയാക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ചേർക്കാം. അങ്ങനെ വരുമ്പോൾ ഈ തേങ്ങ വെള്ളം കൂടി ഒഴിച്ച് ബാറ്റർ ഒന്ന് കലക്കിയെടുത്താൽ മതിയാകും. ഇനി ഇത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കണം. ഈ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. ചിരകുന്നതിന് പകരം ഒരു എളുപ്പപ്പണിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. തേങ്ങാമുറി ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് തെക്കി കൊടുത്താൽ ചിരട്ടയിൽ നിന്ന് എളുപ്പത്തിൽ തേങ്ങ വേർപിട്ട് കിട്ടും. ഇനി ഇത് മിക്സിയിൽ അടിക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 2-3 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തേങ്ങ ചിരകിയതുപോലെ തന്നെ ആയി കിട്ടും. ഇപ്പോൾ നമുക്ക് തേങ്ങ ചിരകിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് അപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇനി ചോറ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത ശേഷം റെഡിയാക്കി വെച്ച ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ഈ ബാറ്ററിലേക്ക് അരി അരക്കിയോ കപ്പി കാച്ചിയോ തേങ്ങയോ ഒന്നും വേണ്ട. എളുപ്പത്തിൽ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കി കൊടുത്തിട്ട് ലൂസ് കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിലൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇത് ഫെർമെൻ്റ് ആകാനായിട്ട് മൂടി വയ്ക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഇഷ്ടൂൻ്റെ ബാക്കി പണിയിലേക്ക് തിരിച്ചു വരാം. 1.5 മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി മസാലകൾ ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇത് 3 ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി നല്ല വൃത്തിയുള്ള ഒരു കൊച്ചു കഷ്ണം തുണിയെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു കിഴി പോലെ കെട്ടിയെടുക്കാം. നമ്മുടെ ഇഷ്ടൂവിൻ്റെ വൈറ്റ് കളർ പോകാതിരിക്കാനും എന്നാൽ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് കുരുമുളക് ചതച്ചത് ഇടുമ്പോൾ കറിയിൽ അവിടെ ഇവിടെ ആയിട്ട് കറുത്ത പൊടി അങ്ങനെ കിടക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാം. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചതച്ച മസാല ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ഇത്രയും ചേർത്തൊന്ന് വഴറ്റാം. ഇതിലേക്ക് സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സവാള വാടിക്കഴിഞ്ഞാൽ വേവിച്ചു വെച്ച കഷ്ണങ്ങളൊക്കെ ചേർക്കാം. ഇനി ഉപ്പിട്ട് വേവിച്ചു വെച്ച ബീഫ് കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഈ സമയത്ത് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കുന്ന സമയത്ത് കിഴി കെട്ടി വെച്ച കുരുമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് തിളച്ചോട്ടെ. ഇനി ഇതിലെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ നമ്മളിട്ട് ആ കിഴി പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. നല്ല ചൂടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഒന്നാം പാൽ ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ തിള വരുമ്പോഴേക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടിൽ നിന്ന് ഇറക്കി വെക്കണം. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കി കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഇടാം. അതേ പാനിൽ ബാക്കിയുള്ള നെയ്യിൽ കുറച്ച് ചുവന്നുള്ളി കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിന്റെ ബാറ്റർ 2.5 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പത്തിന് അരി കുതിർക്കാൻ മറന്നാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ബാറ്റർ റെഡിയാക്കുമ്പോൾ തേങ്ങ ചിരകാനോ അരയ്ക്കാനോ പാല് പിഴിയാനോ ഒന്നും നിൽക്കണ്ട. നമുക്ക് കപ്പി കാച്ചിയും വേണ്ട. തേങ്ങവെള്ളവും പാലും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പത്തിന് കള്ളപ്പത്തിന്റെ അതേ ടേസ്റ്റും കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് അപ്പച്ചട്ടി ചൂടാക്കി ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പവും സ്റ്റൂവും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.